ഹലോ, ഈ പഴയും കടന്നിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗംഗയും വിനീതും കൂടി വിവാഹം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ സുജാതയും ഗീതയും കൂടി വരുവാണ്. എല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മകൻ വിനീത് മരിച്ചു. ഇന്നേക്ക് 16ാമത്തെ ദിവസം അവൻ്റെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും വന്ന് പങ്കെടുത്ത് സദ്യയൊക്കെ കഴിച്ചിട്ട് പോകണമെന്ന് പറയും. അപ്പോൾ അച്ഛമ്മ ചോദിക്കും, ഇതെന്നാ ഇങ്ങനെ പറയണേ സുജാത, നീ എന്താ ഇത് എല്ലാവരും കൂടി കള്ളക്കല്യാണം നടത്തിയില്ലേ, ഇനി ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെ, ഇന്നേക്ക് 16ാമത്തെ ദിവസം എല്ലാവരും വന്ന് പങ്കെടുത്ത് ഇവൻ്റെ ഇരിക്കപ്പിണ്ടം വെക്കണ ദിവസമാണെന്ന്, എല്ലാ സദ്യയും കഴിച്ച് പോയാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്തു ചെയ്യും, കാവേരി പറയും, കള്ളക്കല്യാണം എല്ലാവരും അറിഞ്ഞ് തന്നെ കല്യാണം കഴിപ്പിച്ചത്, അല്ലാണ്ട് കള്ളക്കല്യാണമൊന്നുമില്ല. പിന്നെ ഇത് കള്ളക്കല്യാണം എന്താടി എന്നൊക്കെ ചോദിച്ച് സുജാത കാവേരിയോടും ചൂടാവുകയാണ്. അപ്പോൾ ഗീത പറയാണ്, എടാ വിനീത്, നീ ഇതിനനുഭവിക്കും. നിനക്ക് പട്ടിയുടെ പോലും വില തരാത്തൊരു വീട്ടിലേക്കാണ് നീ കയറി പോകാൻ പോകുന്നത്. നീ കണ്ടോ, ഞങ്ങളോട് ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അമ്മയെ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. അതിന് ശേഷം വിനീതും ഗംഗയും കൂടി വേറെ എങ്ങും പോകാൻ അവർക്കില്ലല്ലോ, അവർ ഗംഗയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അവിടെ ചെന്ന് ശാരദ വിളക്കൊക്കെ കൊടുത്ത് വലതുകാലം വെച്ച് കയറി മോളെ എന്നൊക്കെ പറയുകയാണ്. ഗംഗയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഗംഗ ആഗ്രഹിച്ചൊരു വിവാഹം അല്ലല്ലോ ഇത്. ഗംഗയ്ക്ക് ഇവിടെ നിന്ന് പോകണം, ഈ പറക്കണം, ഒരുപാട് ആളുകളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച ഗംഗയ്ക്ക് അതൊക്കെ മനസ്സിൽ ഗംഗയുടെ വരുവാണ് കേട്ടോ. അതിന് ശേഷം എല്ലാവരും അച്ഛൻ്റെ മുമ്പിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പാലും പഴമൊക്കെ കുടിക്കുന്നു. ഗംഗ പക്ഷേ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഗംഗ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഗംഗ പറയും, എനിക്ക് കുറച്ച് നേരം കിടക്കണം എന്ന് പറയും. അങ്ങനെ പോയി കിടക്കും. പിന്നെ നമ്മുടെ നെവിൻ എല്ലാത്തിനും കൂടി സപ്പോർട്ട് ചെയ്തതിന് അച്ഛമ്മ നന്ദിയൊക്കെ പറയുന്നുണ്ട്. നിനക്ക് എന്താ മോനെ തരേണ്ടത്, നീ ഒരു വീട്ടിലംഗത്തെ പോലെ തന്നെ എല്ലാം ചെയ്തു തന്നല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, വിനീതനെ കാണുന്ന പോലെ തന്നെ എന്നെയും കണ്ടാൽ മതി, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം, അപ്പോൾ എനിക്ക് സാധിച്ചു തന്നാൽ മതി എന്ന് പറയും. എന്താ ഇപ്പോൾ വേണമെങ്കിൽ പറയടാ, എന്ത് നിനക്ക് വേണ്ട, ഞാൻ സാധിച്ചു തരാമെന്ന് വിനീത് പറയും. ഇപ്പോൾ വേണ്ട, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. കാവേരിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വിനീതും അങ്ങനെ പോവുകയാണ്. അതിന് ശേഷം ശാരദ കാവേരിയോട് ചോദിക്കുകയാണ്, എടി ഗംഗയ്ക്ക് കല്യാണം ഇഷ്ടമായോ എന്ന്. ഇപ്പോൾ ഇവെല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മ കല്യാണം ഇഷ്ടമായോ എന്ന് ചോദിക്കണേ. അപ്പോഴത്തേക്കും അച്ഛമ്മ വന്നിട്ട്, എവിടെയാണ് അവർക്ക് മുറി കൊടുക്കേണ്ടത്, ഏത് മുറിയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 മുറി ഉണ്ടല്ലോ, അതിലൊരു മുറി കൊടുക്കുക, അതാകുമ്പോൾ നല്ല ഹോട്ടൽ മുറി പോലെ ഉണ്ടല്ലോ എന്ന് കാവേരിയും പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.